KSRTCയുടെ സ്കാനിയ ഗരുഡയിൽ കയറി ഞങ്ങൾക്ക് കിട്ടിയൊരു അനുഭവമാണ് കേട്ടോ ഈ വീഡിയോ. എല്ലാവരും കണ്ടു നോക്കൊന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടെങ്കിൽ. കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം പോണ വണ്ടി കയറിയതാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നത്. ആദ്യത്തെ വണ്ടിയിൽ നിന്ന് ഞങ്ങളോട് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാതെ മച്ചന്മാര് ഞങ്ങളെ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് വളാഞ്ചേരിയിൽ രണ്ടാമത്തെ ബസ്സിൽ കയറി. രണ്ടാമത്തെ ബസ് കയറുന്ന പൊട്ട ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു ബസ്സിലാണ് നമ്മളെ കയറ്റിയിരുത്തിയത്. KSRTCയുടെയും ഇവരെ റെസ്പോൺസിബിലിറ്റി കേട്ടോ. നമ്മുടെ നടുവും കളഞ്ഞ് നമ്മുടെ പൈസയും കളഞ്ഞ് എല്ലാം കളഞ്ഞ് ഒരു ഉത്തരവാദിത്വമല്ലാതെ നമ്മളെ ഇൻഫോം ചെയ്യാതെ അവർ വേറെ വണ്ടിയിൽ മൂന്നാമത്തെ വണ്ടി കയറാൻ പോവാണ്. ഈ ഇത് വണ്ടിയിലെ കയറണമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇതേപോലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒന്നും കമന്റ് ചെയ്യട്ടോ. മാത്രമല്ല ഇതിന് റീഫണ്ട് മേടിക്കാൻ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വണ്ടിയിൽ ഇരുന്ന ആളുകളോട്. ശരിക്കും ഈ സംഭവങ്ങളൊന്നും ഇവരെ ഡിപ്പോയിലെ ആളുകളോ അല്ലെങ്കിൽ ഇതിന്റെ കൺട്രോൾ ആളുകൾക്കൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഈ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. സ്റ്റാഫ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സമയത്തിനോ സമ്പത്തിനോ നിങ്ങളുടെ സേഫ്റ്റിക്കോ ഒരു സുരക്ഷിതത്വം കൊടുക്കാതെയാണ് KSRT ഈ സർവീസ് റൺ ചെയ്തത്. കാസർഗോഡ് മുതൽ ഞങ്ങൾക്ക് ആലുവ വരെയാണ് പോകാണ്ടിരുന്നവരെ. മാത്രമല്ല ഈ ആളുകൾക്കൊന്നും ഒരു സപ്പോർട്ടും കൊടുക്കാതെ അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ പുറകെ നടന്ന് വേറൊരു റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബുക്ക് ചെയ്ത് AC ആണ്, ഒരു ഓർഡിനറി വണ്ടിയിലാണ് അവസാനം ഞങ്ങൾക്ക് കയറ്റി വിട്ടത്. 1:15 ആലുവ എത്തേണ്ട ബസ് എത്തിയത് 6 മണിക്കാണ്. യാത്രാമധ്യേ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ KSRTC നമുക്ക് റീഫണ്ട് തരുമോ? അതാണ് ഇന്നത്തെ ചോദ്യം. അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് സംഭവിച്ചത്. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അവിടെ